ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നോക്കൂ, സ്പീച്ച് എന്ന് പറയുന്ന ഏരിയ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ PYQ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി ഒബ്സർവിംഗ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ഉണ്ടാവും. വിമൻസ് ഡേ യു ആർ ഗിവൺ എ ചാൻസ് ടു സ്പീക്ക്. അല്ലെ, നിങ്ങൾക്ക് ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടി. വിമൻ എംപവർമെന്റിനെ കുറിച്ച് പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച്. സോ അതിന്റെ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് നമ്മളോട് തയ്യാറാക്കാൻ യു ക്യാൻ ഇൻക്ലൂഡ് ദ പോയിന്റ്സ് ഫ്രം ദി സ്പീച്ച് 3 L's ഓഫ് എംപവർമെന്റ്. അപ്പൊ നമ്മൾ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു സമ്മറി നമ്മൾ എടുത്തിട്ടുണ്ട്, മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ചാണ് ചെയ്യാൻ പറ്റും, ഒരു സ്പീച്ച് തയ്യാറാക്കാൻ പറ്റും. അപ്പൊ സാർ എങ്ങനെയാണ് സ്പീച്ച് തയ്യാറാക്കുക നോക്കിക്കോളൂ നിങ്ങൾ. എന്ത് സ്പീച്ച് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. റെസ്പെക്റ്റഡ് ടീച്ചർ അല്ല, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ക്ലിയർ? I'm happy to be here to speak a few words in this moment. ഈ ഒരു മൊമെന്റിൽ ഞാൻ കുറച്ച് വാക്ക് നിങ്ങളോട് എന്ത് ചെയ്യാണ്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഇല്ല. This occasion is valuable for me. ഈ ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് പറയാ, വിലപ്പെട്ടതാണ്. ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ടെൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിന് നന്ദി, ആൻഡ് ടു ദ ഓർഗനൈസേഷൻ, സംഘാടക സമിതിക്കും, ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഈ ഒരു അവസരം തന്നു. എന്തിനാടാ പറ? ടു ഡെലിവർ എ സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന ദൈവത്തിനും സംഘാടക സമിതിക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞില്ല. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. ഞാൻ ഈ ഒരു ഐ കൺസിഡർ, ഞാൻ പരിഗണിക്കുന്നു, ദിസ് ഇതിനെ ആസ് മൈ പ്രിവിലേജ്, എനിക്ക് കിട്ടിയ ഒരു ബഹുമതിയായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ പരിഗണിക്കുകയാണ്. റെഡി? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. സർ, ഇത് ഞങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റും, എപ്പോഴും പറയാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫോർമാറ്റ് ആട്ടോ. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഐ സപ്പോസ് ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ്, അല്ലേ? അല്ലെങ്കിൽ ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ സപ്പോസിന് പകരം എന്ത് പറ, ഐ വിഷ് ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ് ഓൺ മൈ ടോപ്പിക്. എന്റെ വിഷയത്തിൽ ഞാൻ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? വിമൻസ്, അല്ലേ? വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ? ആ ടോപ്പിക്കിൽ ഞാൻ പറയാൻ മൈ ടോപ്പിക് എന്നുള്ളതിന് പകരം a few words on, ഇവിടെ മൈ ടോപ്പിക്കിന് പകരം, അല്ലെ, അല്ലെങ്കിൽ മൈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വിമൻ എംപവർമെന്റ് എഴുതി കൊടുക്കാൻ പറ്റും. ക്ലിയർ? നോക്കിക്കോളും. ഐ ഫീൽ യു ആസ് വെരി ഈഗർ ടു ഹിയർ അബൌട്ട് ദ ടോപ്പിക്. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച്, ആ വിഷയത്തെ കുറിച്ച് കേൾക്കാൻ വളരെ ആകാംക്ഷരാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഗിവ്സ് മീ ഇമ്മൻസ് പ്ലഷർ. അതെനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറ, വെരി പ്ലഷർ, വല്ലാത്തൊരു സന്തോഷം നൽകുന്നുണ്ട്. ടു ബി ഹിയർ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും, ആൻഡ് ടോക്ക് സംതിങ് വിത്ത് യു, നിങ്ങളായിട്ട് പറ, കേൾക്കാനും നിങ്ങളായിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് വളരെ എന്തുണ്ട് പറ, ആവേശമുണ്ട് എന്ന്. ആസ് യു നോ, നിങ്ങൾക്ക് അറിയുന്ന പോലെ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടുഡേ. ഇന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ് നൗഎഡേയ്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒറ്റവാക്കാണ് കേട്ടോ. നൗഎഡേയ്സ് പീപ്പിൾ ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് ടോപ്പിക്. ഇന്ന് ജനങ്ങളൊക്കെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ലെറ്റ് മീ സേ സംതിങ്. ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞോട്ടെ, പിന്നെ നമ്മൾ പഠിച്ചു വെച്ചാൽ സമ്മറി ഉണ്ടാവില്ലേടാ, അല്ലേ? എന്താണ് വിമൻ, അല്ലെ, ടു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവല്ലോ, അല്ലെ? 3 L's ഓഫ് എംപവർമെന്റ്, അല്ലേ? ക്രിസ്ത്യൻ ലഗാർഡി സജസ്റ്റ് ചെയ്യുന്ന 3 L'കൾ ഉണ്ട്. ഒന്ന് ഏതാണ് പറ? 3 L's. ഒന്ന് ഏതാണ്? ലേണിംഗ്, പിന്നെ ലേബർ, ലീഡർഷിപ്പ്, അല്ലെ? ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, അല്ലേ? അങ്ങനെയൊക്കെ പറയല്ലേ, അങ്ങനെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ഉണ്ടാവില്ലേ? ആ 3 പോയിന്റിനെ കുറിച്ച് എഴുതി കൊടുത്തതിന് ശേഷം ഫൈനലി നോക്കൂ, ഐ ഹാവ് സോ മച്ച് ടു സേ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ബട്ട് അവർ ടൈം ഈസ് ടു ഷോർട്ട്. നമ്മുടെ സമയം വളരെ ചുരുക്കമാണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്റ്റേൺ മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നൗ ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്, അല്ലേ? താങ്ക് യു ഫോർ ഹാവിംഗ് മീ പേഷ്യൻലി. എന്നെ ക്ഷമയോടുകൂടി അല്ലേ കേട്ടിരുന്നല്ലോ, അതിന് വളരെ നന്ദി. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീച്ചിൻ്റെ ഇത് മക്കളെ കഴിഞ്ഞു. അപ്പോൾ ഈ സ്പീച്ചിന്റെ ഈ ഫോർമാറ്റ് എല്ലാ മക്കളും ബൈഹാർട്ടാക്കി പഠിച്ചാൽ സ്പീച്ച് ഇല്ലാത്ത ഒരു ടോപ്പിക് എന്തെയിലില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇത് കടന്നു പോകില്ല. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഷ്യൂറിറ്റി ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും പഠിക്കാൻ വേണ്ടി പറയുന്ന ഒരു ടോപ്പിക്കാണ് സ്പീച്ച്. ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. താങ്ക് യു വെരി മച്ച്.